ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ ഇതിന് സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദർശികമായിരിക്കും. പ്രിയ കലാസ്നേഹികളെ, ഇഞ്ചൂർ സെന്റ് തോമസ് സൺഡേ സ്കൂൾ അഭിമാന പുരസ്സരം അണിയിച്ചൊരുക്കുന്ന ലഘുനാടകാവിഷ്കാരം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. പരീക്ഷിക്കപ്പെട്ട വിശ്വാസം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. മോനെ കുഞ്ഞു, യേശുവപ്പയോട് പ്രാർത്ഥിച്ചേ. യേശുവപ്പയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടല്ലേ? എനിക്ക് യേശുവപ്പേനെ ഒരുപാട് ഇഷ്ടാട്ടോ. എന്നെയും എൻ്റെ അപ്പേനെയും എൻ്റെ അമ്മേനെയും എൻ്റെ അമ്മാമേനെയും തൊള്ളണേ, വാവൊന്നും വരത്തില്ലേ? എല്ലാ ദിവസവും പാപ്പവും വെള്ളവും കിട്ടണേ. കോക്കാച്ചി ഞങ്ങളുടെ വീട്ടിൽ വരല്ലേ? നാളെ അപ്പ വരുമ്പോ കുറേ മുട്ടായി കൊണ്ടുവരണേ. യേശുവപ്പ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. ഉമ്മ. എന്റെ ദൈവമേ, ഞങ്ങളെ കാത്തോളണേ. എല്ലാവരും വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മോനെ കുഞ്ഞു, വന്നേ, നേരത്തെ കിടന്നുറങ്ങ. നമുക്കേ നാളെ പള്ളിയിൽ പോകേണ്ടതാ. എനിക്ക് പോണം. യേശുവപ്പന്റെ പാപ്പം അച്ഛന്റെ കയ്യിന്ന് മേടിച്ച് കഴിക്കണം. അപ്പയുടെ കുഞ്ഞു ഗുഡ് ബോയ് ആട്ടോ. വാ, നമുക്ക് കിടന്നുറങ്ങാം. എടി ജിൻസി, ഒന്ന് എഴുന്നേറ്റേ. നമ്മുടെ കുഞ്ഞു എന്താ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത്? അയ്യോ മോനെ കുഞ്ഞു, ദൈവമേ, എന്റെ കൊച്ചിന് എന്താ പറ്റിയത്? മോനെ കുഞ്ഞു, അപ്പയുടെ കൊച്ചിന് എന്താടാ പറ്റിയേ? ഹലോ ഡോക്ടറെ, ഞാൻ ജോജിയ. എൻ്റെ കുഞ്ഞുഞ്ഞ് കണ്ണു തുറക്കുന്നില്ല, ശക്തമായി പനിച്ചു വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഒന്ന് വേഗം എൻ്റെ വീട്ടിലേക്ക് വരാമോ? എടാ ജോജി, നീ സമാധാനമായിരിക്കുക, ഞാൻ ദേ എത്തി. സാറേ, എന്റെ കൊച്ചിന് എന്നാ പറ്റിയൊന്ന് നോക്കിയേ. ജോജി, എപ്പോഴാണ് കുട്ടിക്ക് പനി തുടങ്ങിയത്? അത് സാറേ, കുറച്ച് ദിവസമായിട്ട് മോന് ചെറിയ പനിയുണ്ടായിരുന്നു. ഞങ്ങളവന് മരുന്ന് വാങ്ങിക്കൊടുത്തപ്പോൾ അത് വേഗം മാറുകയും ചെയ്തതാ. സാറേ, എന്റെ പൊന്നുമോൻ എന്നാ പറ്റിയേ?
ജോജി, നമ്മളൊരല്പം വൈകിപ്പോയി. കുട്ടിക്ക് പനി ഒരുപാട് കൂടി. അവൻ്റെ എല്ലാ അവയവങ്ങളെയും അത് ബാധിച്ചിരിക്കുന്നു. സോറി, ഞങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും. കുട്ടിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യും. എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മക്കളെ, ദൈവം നമ്മുടെ കുഞ്ഞിനെ കൈയിടില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക. മതി, നിർത്ത നിങ്ങളുടെ ഒരു പ്രാർത്ഥന. എന്നും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആ ദൈവം എന്നെ കൈവിട്ടു. എനിക്ക് വേണ്ട ഈ ദൈവത്തെ. കരുണയില്ലാത്തവനാണ് ഈ ദൈവം. എൻ്റെ മോനെ ഞങ്ങളോടൊപ്പം ഇന്നലെയും കൂടി പ്രാർത്ഥിച്ച് നാളെ കുർബാന അനുഭവിക്കാൻ വേണ്ടി അവൻ സന്തോഷത്തോടെ കിടന്നുറങ്ങിയതാ. എന്നിട്ട് ആ ദൈവം എൻ്റെ കൊച്ചിനെ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ പോലും എനിക്ക് ലജ്ജ തോന്നുന്നു. ജോജി, അരുത്. നീ എന്താണ് ഈ കാണിക്കുന്നത്? നിന്റെ ദൈവം നിന്നെ നല്ലതുപോലെ അറിയുന്നവനാണ്. അവനെല്ലാം അറിയുന്നവനാണ്. നിനക്ക് മുന്നേ ഒരുവൻ ജീവിച്ചിരുന്നു. അവനാണ് അബ്രഹാം. തീയിൽ ശോധന ചെയ്യപ്പെടാത്ത സ്വർണത്തിന് തിളക്കമുള്ളതായി മാറുവാൻ സാധിക്കുന്നില്ല. ആയുധങ്ങളാൽ മുറിവേൽക്കപ്പെടാത്ത കല്ലിന് മനോഹരമായ രൂപമായി മാറുവാനും സാധിക്കുന്നില്ല. ക്രിസ്തീയ ജീവിതം അത് സുഖലോലുപതയുടെ പട്ടുമെത്തയല്ല. സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ വലിച്ചെറിയുവാനുള്ളതല്ല വിശ്വാസം. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത നിമിഷങ്ങളിൽ, കണ്ണുനീർ കുതിർന്ന രാത്രികളിൽ പതറിപ്പോകുന്നതല്ല വിശ്വാസം. പ്രതിസന്ധികളാകുന്ന ഇരുട്ടിൽ കരുണയുടെ വെളിച്ചം പകർന്നുകൊണ്ട്, മകനെ, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നെല്ലായ്പ്പോഴും വിളിച്ചു പറയുന്ന അരുമനാഥന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രതിസന്ധികളിലും കൂടുതൽ ശക്തമാകുന്ന വിശ്വാസം ഇന്നിന്റെ കാലഘട്ടത്തിൽ ഇല്ലാതാകുമ്പോൾ, തൻ്റെ 100ാമത്തെ വയസ്സിൽ ദൈവം ദാനമായി നൽകിയ പൊന്നുമകനെ ലാളിച്ചും സ്നേഹിച്ചും കൊതി തീരുന്നതിന് മുൻപ് മടക്കി ചോദിച്ച ദൈവത്തോട് യാതൊരു പരാതിയോ പരിഭവങ്ങളോ കൂടാതെ ദൈവം കരുതുമെന്ന വിശ്വാസത്താൽ അതിനെ മടക്കി നൽകുവാൻ തയ്യാറായ അബ്രഹാമിൻ്റെ ചില ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. വാർദ്ധക്യത്തിൽ അബ്രഹാമിനും സാറായ്ക്കും ദൈവം കനിഞ്ഞു നൽകിയ മകൻ ഇസഹാക്ക്. 100 വയസ്സ് കഴിഞ്ഞ് അബ്രാഹത്തിനും 90 കഴിഞ്ഞ സാറായ്ക്കും പിറന്ന മകൻ ഇസഹാക്ക് അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്ക് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ട് ദൈവം ഇറങ്ങി വന്നു. മോനെ, എനിക്ക് മോനെ. എനിക്ക് വയ്യ. ഈ കുട്ടിയുടെ ഒരു കാര്യം. വാ, ഇങ്ങോട്ട് വാ. വാർദ്ധക്യത്തിൽ ദൈവം നമ്മോട് കാണിച്ച കരുണ. അബ്രഹാമിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും വർദ്ധിപ്പിക്കുമെന്ന് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഈ മകനിലൂടെയാണ് ഒക്കെയും സഫലമാവുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും അവകാശമായി തരുമെന്ന് അരുളി ചെയ്യുന്ന ദൈവം, എന്റെ പരിചയവും അഭയവുമായ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. സാറ, നോക്കൂ, ദാസിമാരോടൊപ്പം ഇസഹാക്ക്.
അബ്രഹാം, ഇതാ ഞാൻ. അബ്രഹാം, ദൈവമേ, കൽപ്പിച്ചാലും നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകണം. കർത്താവേ, മോറിയായിൽ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ ഒരു ബലിവേദി ഒരുക്കണം. ആ ബലിവേദിയിൽ നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്കായി ദഹന ബലിയർപ്പിക്കണം. ദൈവമേ, വാർദ്ധക്യത്തിൽ എനിക്ക് തന്ന മകനെ, അയ്യോ, ഞാൻ സാറായോടെന്ത് പറയും? ഞാൻ എന്റെ മകനോടെന്ത് പറയും? ദൈവമേ, നീ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ, ഇല്ല ഇല്ല, ഒരുപക്ഷെ ഇതൊക്കെ എന്റെ തോന്നലുകളാണ്. അല്ല അല്ല, ദൈവം ഒരു തോന്നലല്ല. ഞാൻ കണ്ടറിയുന്ന, ഞാൻ അനുഭവിച്ചറിയുന്ന സത്യമാണ്. ഈ നിമിഷങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എന്റെ മകനെയും കൊണ്ട് എവിടെയെങ്കിലും ഓടി ഒളിച്ചാലോ? ഇല്ല. ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ കൺമുന്നിൽ നിന്നും അബ്രഹാം എവിടേക്ക് ഒളിച്ചോടാൻ? ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കുന്നു. കഴുതയ്ക്ക് ജീനിയിട്ടോ? ബലിക്ക് വേണ്ട വിറകും കീറിവയ്ക്കുക. യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളു. ഞങ്ങളെത്തി. ശരി. എവിടേക്കാ ഈ പുലർച്ചയ്ക്ക്? മോറിയ ദേശത്തേക്ക്. മോനെ ഒപ്പം കൂട്ടുന്ന പതിവില്ലല്ലോ, പിന്നെന്തിനാ ഇസഹാക്കിനെ ഒപ്പം കൂട്ടുന്നത്? ഇസഹാക്ക് ദൈവത്തിന്റെ മകനല്ലേ? ദൈവം തന്ന മകനല്ലേ? ദൈവത്തിന് ഒരു ദഹന ബലി അർപ്പിക്കണം. അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷം. മനസ്സോടെ ബലിയർപ്പിക്കണം, പൂർണ്ണ സന്തോഷത്തോടെ. എങ്കിലേ ദൈവം പ്രസാദിക്കൂ. അപ്പാ, പോകാം. അമ്മയ്ക്കൊരു മുത്തം കൊടുത്തേക്ക്. അമ്മേ, പോയി വരട്ടെ. ദേ, അപ്പന്റെ കൈ പിടിച്ചോണം. ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോ നന്നായി പ്രാർത്ഥിക്കണം. കനിവിന്റെ നിധിപേടകത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരിക്കോരി തരണേന്ന്. ദേ, മോനെ സൂക്ഷിച്ചോണേ. വേഗം മടക്കി കൊണ്ടുവരണം. എനിക്കിവനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നറിയാലോ. നിങ്ങൾ ഇവിടെ വിശ്രമിക്കുക. ഞാൻ മോനോടൊപ്പം പോയി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാം. നടക്കുക.
നമ്മൾ ഒരു കൂട്ടം മറന്നു. തീയും വിറകും കരുതിയപ്പോ ദഹനമലിക്കുള്ള കുഞ്ഞാടിനെ കരുതിയില്ല. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. 100-ാം വയസ്സിൽ എനിക്കൊരു മകൻ ജനിക്കും, സാറാ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് ദൈവദൂതന്മാർ പറഞ്ഞപ്പോൾ സാറാ ചിരിച്ചു. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവം വാക്കുപാലിച്ചു. അദ്ദേഹത്തിന് അസാധ്യമായിട്ട് ഈ ലോകത്ത് എന്താണുള്ളത്? നീ അബ്രഹാമിന്റെയും സാറായുടെയും മകനല്ല, ദൈവത്തിന്റെ മകനാ. അബ്രഹാം തേരാഗിന്റെ പുത്രനല്ല, ദൈവത്തിൻ്റെതാ. ഈ ലോകവും അതിലെ സമസ്ത ജീവജാലങ്ങളും ദൈവത്തിന് അവകാശപ്പെട്ടതാ. മനസ്സിലാകുന്നുണ്ടോ മോന്? മനസ്സിലാകുന്നുണ്ട്. ഇസഹാക്കിന്റെ അവകാശി ആരാ? ദൈവം. ആ ദൈവം നിന്നെ മടക്കി ചോദിച്ചാൽ അപ്പാ, ദഹനബലിയായി മകനെ വേണം എന്ന് ദൈവം പറഞ്ഞാൽ മനസ്സോടെ കുടിക്കട്ടെ ഞാൻ. അപ്പാ, കർത്താവേ, ഇതാ ഞാൻ ദഹനബലിയായി എന്റെ മകനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അബ്രഹാം, ഇതാ ഞാൻ. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ തക്ക വിധം നീ എന്നെ ഭയപ്പെടുന്നു എന്നെനിക്കുറപ്പായി. അതിനാൽ ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. നീ മകനേക്കാൾ മറ്റെന്തിനേയും കാൾ എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ നീ സ്മരിക്കപ്പെടും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ നിന്റെ സന്തതികൾ പിടിച്ചടക്കും. ജോജി, ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. ജോജിയുടെ മകൻ അവൻ കണ്ണു തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വരൂ, അകത്തേക്ക് വരൂ. മോനെ, അപ്പയുടെ കുഞ്ഞു. അപ്പാ, അമ്മയുടെ കുഞ്ഞു. ദൈവമേ, എന്റെ ദൈവമേ, എനിക്ക് തെറ്റുപറ്റി. നീ എല്ലാം അറിയുന്നവനായിരുന്നല്ലോ. എന്റെ കുഞ്ഞിനെ നിന്റെ ഉള്ളക്കൈയിൽ നീ കാത്തു പരിപാലിച്ചുവല്ലോ. നീ ഈ ജോജിയെ പരീക്ഷിച്ചതായിരുന്നുവല്ലേ.
എനിക്ക് തെറ്റുപറ്റി ദൈവമേ, എനിക്ക് തെറ്റുപറ്റി. എന്നോട് ക്ഷമിക്കണം ദൈവമേ. എടാ മോനെ, എഴുന്നേക്ക്. ഇവൻ എൻ്റെ അല്ല, എനിക്ക് എൻ്റെ ദൈവം തന്ന ദൈവത്തിൻ്റെ മകനാണിവൻ. ഇവനെ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ദൈവത്തിനും ദൈവിക വേലയ്ക്കും വേണ്ടി ഞാനിതാ ഇവനെ സമർപ്പിക്കുന്നു. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. ഹേ മനുഷ്യ, ജീവിത വഴിത്താരകളിൽ ചില നിമിഷങ്ങളിൽ നീ തകർത്തെറിയപ്പെട്ടപ്പോൾ നിന്റെ ഉള്ളിലെ വിശ്വാസം മൺപാത്രം പോലെ എറിഞ്ഞുടച്ച മൂഢനായ മനുഷ്യനാണോ നീ? ചിന്തിക്കുക. ഉള്ളിൽ കത്തുന്ന വിശ്വാസം ഊതിയണയ്ക്കുവാൻ നീ ശ്രമിക്കുമ്പോൾ പരിശുദ്ധ സൊറിയാനി സഭയിലെ പൂർവ്വ പിതാക്കന്മാരെ മനസ്സിൽ ധ്യാനിക്കുക. ആ പിതാക്കന്മാരിൽ ചിലർ അംഗഹീനരായിരുന്നു. വാളിന്റെ മൂർച്ചയ്ക്ക് തങ്ങളുടെ ശിരസിനെ നീട്ടിക്കൊടുത്തവരായിരുന്നു മറ്റു ചിലർ. 3 വയസ്സു മാത്രം പ്രായമുള്ള തൻ്റെ പൊന്നോമനയെ സ്വർഗീയ പൂന്തോട്ടത്തിലെ ചെറുപുഷ്പമായി സമർപ്പിച്ചപ്പോഴും വിശ്വാസം കൈവിടയാത്തവർ ആയിരുന്നു മറ്റു ചിലർ. അതെ, മരിക്കുവോളം ഉള്ളിലെ ദൈവവിശ്വാസം തകർക്കില്ലെന്ന് കാണിച്ചു തന്നവർ. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ നമ്മെ കൈവെടിയുകയില്ല എന്ന ഉറച്ച വിശ്വാസത്താൽ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാതെ അവൻ നമ്മെ കരുതും എന്ന് അബ്രഹാമിനെ പോലെ നമുക്കും വിശ്വസിക്കാം. കണ്ണുനീരിനെ തുരുത്തിയിൽ ശേഖരിച്ച് അതിനെ മാനിക്കുന്ന ദൈവത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അതിനു ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ.